എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, അതായത് കേക്ക് ബേക്കിംഗ് ടൂൾസും ഒന്നും ഇല്ലാണ്ട് തന്നെ എന്നാൽ നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ ടച്ച് ആയിട്ട് തന്നെ ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെ നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ട്രഫിൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാലാണ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം കേട്ടോ. അതുപോലെ 1 കപ്പ് പൗഡർ ഷുഗർ, 1 ടേബിൾ സ്പൂണോളം വിനീഗർ, 1/2 ടീസ്പൂണോളം വാനില എസൻസ്, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഇതൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നല്ല പോലെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടത്. ഇനി ഇത് നമുക്കൊരു 7 ഇഞ്ച് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കേക്കിൻ്റെ ടിൻ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്രിഫർ ചെയ്തിട്ടുള്ളത് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു വട്ടത്തിലുള്ള ഒരു പാത്രമാണ്. അതിലേക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഓയിൽ. അതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ ഒരു ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 4 സൈഡും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തെരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേസ് ആയിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ നമുക്ക് ഈ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് തീ എപ്പോഴും നമ്മൾ സിമ്മിലായിരിക്കണം കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുമ്പോഴും തീ സിമ്മിൽ തന്നെ ഇടുക. എന്നിട്ട് നമ്മൾ ഒരു 55 മിനിറ്റ് ആണ് ഈ കേക്ക് ബേക്ക് ചെയ്യേണ്ട ഒരു ടൈമിങ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കറക്റ്റ് 55 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇറക്കി വെക്കാം. ഈ കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 250 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 150 ml ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂണോളം ബട്ടറും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കണം. ഡബിൾ ബോയിലിംഗ് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒരു പാത്രത്തിലേക്ക് തിളച്ച വെള്ളം എടുക്കുക. അതിലേക്ക് ഈ ചോക്ലേറ്റിന്റെ ബൗള് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയാൽ മെൽറ്റ് ആ ചൂടിൽ ഇങ്ങനെ ഈ ചോക്ലേറ്റ് മെൽട്ടായിട്ട് വന്നോളും. അല്ലാണ്ട് ഡയറക്റ്റ് ഗ്യാസിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഡിമോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. ഫസ്റ്റത്തെ മേലത്തെ പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ബേസ് ആയിട്ട് ചോക്ലേറ്റ് ആണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ മേലെയാണ് കേക്കിൻ്റെ ലെയേഴ്സ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഓരോ ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ ആയിരിക്കണം നമ്മൾ ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കേക്കിൻ്റെ ടൂളൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ATM കാർഡ് ഉപയോഗിച്ചിട്ടെങ്കിലും നമുക്കിങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മേലേക്ക് ഒരു ചോക്ലേറ്റ് ഗ്ലേസിങ് വേണം. അതിന് നമ്മൾ നേരത്തെ ഗനാഷ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. കുറച്ച് 1 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അത് നമ്മുടെ കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ നമ്മുടെ ഒരു ചോയ്സിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഇതെനിക്ക് ഓർഡർ കിട്ടിയ കേക്കായിരുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ ഞാൻ വേറൊരു ട്രഫിൾ കേക്കും കൂടി ഉണ്ടാക്കിയിരുന്നു നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക്. ഒരു പീസ് കട്ട് ചെയ്യുമ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാണ് സംഭവിച്ചത്. കണ്ടോ, നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അതുപോലെ തന്നെ നല്ല ലെയേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ട്രഫിൾ കേക്കാണിത്.